നരകം അതൊരു സ്ഥലമാണെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കാൻ ആളുകൾ തയ്യാറാകുകയില്ല. ഞാനിത് പ്രസംഗിക്കാൻ തയ്യാറായപ്പോൾ ഒത്തിരി പ്രതിബന്ധങ്ങൾ എന്റെ മുൻപിലുണ്ടായി. കാരണം നരകം ഒരു സ്ഥലമാണ്, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യം അവിടെ ഇങ്ങനെ പറയുകയാണ്: പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അപ്പൊ പിതാക്കന്മാര് ഇതാണ് കണ്ടത്. ആമേൻ. അഗ്നി, നരകത്തെ കുറിച്ച് പിതാക്കന്മാര് കണ്ടത്. അത് നമ്മുടെ തലമുറയായി ആമേൻ അത് പറഞ്ഞു കൊടുക്കേണ്ടതിന് വേണ്ടിയാ ഈ 4 കാര്യം വിശ്വാസികൾ എപ്പോഴും ഓർത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമ്മളിവിടെ വായിച്ചല്ലോ, ഒന്നുകൂടെ വായിച്ചാട്ട്. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നരകം ഒരു സ്ഥലമാണെന്ന് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ആമേൻ, ആമേൻ. നമ്മള് ചിന്തിക്കുമ്പോൾ, പലരോട് സംസാരിക്കുമ്പോൾ, ആളുകൾ നരകമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിരീശ്വരവാദികളായിട്ടുള്ളവര്, അത് വിശ്വാസമില്ലാത്ത ആളുകള്, അവര് പറയും നരകമുണ്ട്. എവിടെയായി നരകമെന്നറിയാമോ? ആ നരകം മറ്റെങ്ങുമല്ല, എന്റെ ജീവിതത്തില് കഷ്ടതകളും പ്രയാസങ്ങളിലും വേദനകളും ഉള്ള ദിനങ്ങളാണ് നരകങ്ങള്. എന്നാൽ ഞാൻ സുഖലോലുപനായി കഴിയുന്നതാണ് എന്റെ സ്വർഗമെന്ന് ഒരു വലിയ വിഭാഗം ആളുകള് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്കറിയാം ഒരു നരകമുണ്ട്. ആ നരകം ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, അത് ദൈവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളതാണെന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം പറയുകയാണ്. എന്നിട്ട് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 46-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളിൽ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 46-ാം വാക്യം: ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ഇവർ എന്ന് പറയുമ്പോൾ പിശാചിനെ അനുസരിച്ചവർ എന്നാണ് അവിടെ വിഭാവനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ പിശാചിനെ അനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളെ കൊണ്ട് പറയുകയാണ് അവർ നിത്യദണ്ഡനത്തിലേക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് വിശ്വാസികളായിട്ടുള്ള നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. അല്ലേ? വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നന്മ ചെയ്തവർ ജീവനായും, അല്ലെ, തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേറ്റ് വരുന്ന നാഴിക വരികയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നത് അവൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാൻ. അത് ഒരു മനുഷ്യർക്കും വേണ്ടി കർത്താവ് ഒരുക്കിയതല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയതല്ല. അത് പിശാചിനും അവരെ തെറ്റിക്കുന്ന ആളുകൾക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. അത് വിശാലമായ ഒരു സ്ഥലമാണെന്ന് വേദപുസ്തകം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, നിത്യദണ്ഡനത്തിലേക്ക് ആരെ? പിശാചിനെ അനുസരിക്കുന്നവർ. ഹല്ലേലൂയ. എന്നാൽ നീതിമാന്മാർ, ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർ, പിതാവ് ആകർഷിച്ച് പുത്രനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിച്ചവർ, അവരൊക്കെ നീതിമാന്മാരാ. ഹല്ലേലൂയ. അവര് നിത്യജീവനിലേക്ക് പ്രവേശിക്കും. അത് ഇനി അധികം താമസം സംഭവിക്കാൻ പോവുകയോ. എന്റെ കർത്താവ് മധ്യാകാശത്ത് പുനരാഗമനത്തില് അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയ സർവ്വ ജനവും അവൻ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ മരിച്ചവരും ജീവനുള്ളവരും ഒരുപോലെ അവനെതിരേൽക്കുവാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം മറന്നു പോകരുത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 29-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന പാപങ്ങളില് ദൈവം ക്ഷമിക്കാത്ത ഒരു പാപമുണ്ട്. അവിടെ പറയുകയാണ്, മർക്കോസ് 3:29, സകല പാപങ്ങളും ക്ഷമിക്കും. ദൂഷം പറയുന്നതിനോ ഒരു നാല് ക്ഷമ കിട്ടാതെ
നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും. പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുന്ന അവനോ ഒരു നാൾ ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും. നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും. ഓർത്തോണം, ദൈവജനം പ്രസംഗിക്കുമ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ അവകാശമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിന് ആലോചന തരുമ്പോൾ അതിനെ കുറ്റം പറയുവാൻ നമുക്ക് അവകാശമില്ല. ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ളവർ നിത്യ ശിക്ഷയ്ക്ക് അധീനരായിത്തീരും, അവരതിലേക്ക് ആനയിക്കപ്പെടുമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റു പറഞ്ഞ സകല പാപങ്ങളും ദൈവം ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് നേരെ വിരോധമായി പാപം ചെയ്യുന്നവരോട് ദൈവം ക്ഷമിക്കുകയില്ലെന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിത്യ സ്വർഗവും നിത്യദണ്ഡനും ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ. ഇവിടെ വീണ്ടും പാതാളത്തിൽ നിന്ന് ഇവിടെ ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞിരിക്കുകയാ, കുട്ടയിൽ നിന്ന് കുടഞ്ഞിടുന്നത് പോലെ പാതാളത്തിൽ നിന്ന് സകല പാപികളെയും നരകത്തിലേക്ക് കുടഞ്ഞിടുമെന്ന് ഞാൻ വായിച്ചപ്പോൾ ഞാൻ പേടിച്ചുപോയി. പക്ഷെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പാവികളെ മുഴുവൻ എങ്ങനെയാ ഒരു കൊട്ടയിൽ, ഒരു മാങ്ങ നിറച്ചൊരു കൊട്ടയിൽ നിന്ന് നമ്മളൊരു കുഴിയിലേക്ക് ചീത്തയായ ഒരു കൊട്ടയിൽ അത് ചീത്തയായ പഴങ്ങളെ ഇടുന്നത് പോലെ ഇവിടെ അഭക്തൻ എഴുതി വെച്ചിരിക്കുകയാ, പാവികളെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു കുട്ടയിൽ നിന്ന് കുടഞ്ഞിടുന്നത് പോലെ പാതാളത്തിൽ നിന്ന് സകല പാവികളെയും നരകത്തിലേക്ക് കുടഞ്ഞിടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്വതന്ത്രം. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നത്. നമ്മുടെ പണമല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തികളല്ല, അത് ദൈവത്തിന്റെ കൃപയാ. അവന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ഈ നന്മ ലഭിക്കുമെന്ന് ഓർമ്മിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തില് നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഗലാത്യ ലേഖനം 5:21 നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ പ്രത്യേകതകളോട് വിവരിച്ചിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം ഗലാത്യർ 5:21. ഇവിടെ പറയുകയാണ്, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആണല്ലോ 5:21. ദന്തപക്ഷം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് ദന്തപക്ഷം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ആമേൻ. ദന്തപക്ഷം എന്ന് പറയുമ്പോൾ പാപം നിമിത്തമാണ് മനുഷ്യന് സ്വർഗം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്. പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പറയുകയാണ്, യോജിപ്പില്ലായ്മ മുഖാന്തരം അകൽച്ചകളും വിഭജനവും നടത്തുന്നതാണ് ദന്തപക്ഷം. എന്റെ അർത്ഥം എന്താ? ദന്തപക്ഷം എന്നുള്ളത് അർത്ഥം എന്താ പറയുക? യോജിപ്പില്ലായ്മ മുഖാന്തരം അകൽച്ചകളും വിഭജനവും നടത്തുന്നതാണ് ദന്തപക്ഷം. അപ്പൊ നോക്കിക്കോണേ, ആമേൻ. ദന്തപക്ഷത്തിന്റെ ആളുകളാകുവാൻ നമ്മൾ ഇടയാകരുത്. വിഭജനത്തിന്റെ ആളുകളാകുവാൻ നമ്മൾ ഇടയാകരുത്. പ്രിയപ്പെട്ടവരെ, ആമേൻ. അകൽച്ചകൾ മറ്റു മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന ഒന്നും, ഇടർച്ച വരുത്തുന്ന ഒന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകുവാനായിട്ട് ഇടയാകരുത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയുകയാണ് ദന്തപക്ഷം. രണ്ടാമത് പറയുന്നത് എന്താ? ഭിന്നത. എന്താ ഭിന്നത എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ രൂപപ്പെടുന്ന കക്ഷിപക്ഷങ്ങളാണ് ഭിന്നത. എത്ര വ്യക്തമായ ദിവസം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, മനുഷ്യരിൽ രൂപപ്പെടുന്ന കക്ഷിപക്ഷങ്ങളാണ് ഭിന്നത. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താണ്? അസൂയ. ആമേൻ. അതന്നെ മറ്റുള്ളവരുടെ വിജയത്തിലുള്ള അസന്തുഷ്ടിയാണ് അസൂയയായി മാറുന്നത്. ഒരുവന് നന്മയുണ്ടായാൽ അസൂയ ഉണ്ടാകുന്നോ? അസൂയുണ്ടോ? ഓ, ഇല്ലെന്ന് പറയുന്നത്. നമുക്ക് ആരോടും അസൂയുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ സ്തോത്രം. കാണുമെന്ന് അറിയാമോ? അസൂയ സ്വർഗത്തിലേക്ക് പോകുന്നതിന് തടസ്സമായ ഒരു പാപമാണെന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? സന്തോഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വീണ്ടും പറഞ്ഞത് എന്താണ്? മദ്യപാനം. അല്ലേ?
മദ്യപാനം. ഹല്ലേലൂയ. ഞാന് ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വിവരിക്കുന്ന പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് തടസ്സമായി നിൽക്കുന്ന മറ്റൊരു സംഭവമാണ് മദ്യപാനം. അടുത്ത് പറയുകയാണ് വെറിക്കൂത്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ആമേൻ. വെറിക്കൂത്ത് എന്ന് പറയുമ്പോൾ ഒരുവൻ ദുർനടപ്പുകാരനോ അവൻ പിടിച്ചു പറിക്കാരനോ ആണെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് 1 കൊരിന്ത്യർ 5:11 പറയുന്നുണ്ട്. ഒരുവൻ അപ്പൊ മദ്യപാനത്തിൽ നിന്നാണ് ദുർനടപ്പ് ഉണ്ടാകുന്നത്, അത്യാഗ്രഹം ഉണ്ടാകുന്നത്, അതുപോലെ വിഗ്രഹാരാധന വരുന്നത്. അതുകൊണ്ട് അമ്മേനോട് പറയുകയാണ്, മൂന്നാമത് പറയുന്നത്, ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധനയോ മദ്യപാനിയോ പിടിച്ചു പറിക്കാരനോ ആണെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതിനുശേഷം അമേൻ വീണ്ടും നമ്മൾ കാണുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം. ഞാൻ പറഞ്ഞാണോ? അല്ല, സഹോദരൻ പറഞ്ഞാട്ടെ. വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, അവർക്കായി ഒരുക്കിയിരിക്കുന്നത് അഗ്നിനരകമാ. അതുകൊണ്ട് ഇന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഈ വക പ്രവർത്തിക്കുന്നവർക്ക് മടങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം ഇന്ന് പ്രഭാതത്തില് ദൈവം നൽകിയിരിക്കുക. അവരെ സ്നേഹത്തോടെ മാടി വിളിക്കുക. ഞാൻ അയച്ച ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, അവന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ, അത് വാഗം ഏറ്റു പറഞ്ഞാൽ അഗ്നിനരകത്തിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് ലഭിക്കുകയാണ്. 1 കൊരിന്ത്യർ 6:10 ഇങ്ങനെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:10 കള്ളന്മാർ. 1 കൊരിന്ത്യർ 6:10 കള്ളന്മാർ, അത്യാഗ്രഹികൾ, അല്ലെ, അവാവിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുകയാണ്, ആരാണ് കള്ളന്മാര്? നമ്മുടെ വകയല്ലാത്തത് മറ്റുള്ളവർക്ക് എടുക്കുന്നവരാണ് കള്ളന്മാർ, നമ്മുടെ അല്ലാത്തത്. ഞാനവർക്ക് പണ്ടൊരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, വീട്ടിലേക്ക് യോഗം കഴിഞ്ഞ് കടന്നു പോവുകയാണ്. പോകുമ്പോ റോഡിലൊരു നല്ല തേങ്ങ, നല്ല തേങ്ങയാണ്. പണ്ടൊക്കെ ഇപ്പോഴേ ഈ ചെറിയ തേങ്ങ, നല്ല തേങ്ങയാണ്. അപ്പോ ഒരാള് പറഞ്ഞു, മനുഷ്യാത്മാവിലൂടെ സംസാരിക്കുക, ഒരാള് പറഞ്ഞു, ഒരു തേങ്ങ എടുക്കാനെന്നാ, നീ അതിന് എടുത്തോളാൻ പറഞ്ഞു. ഉടനെ ഒരാള് പറഞ്ഞു, നീ അത് എടുക്കരുത്, കാരണം എന്നാ നിന്റെ വകയല്ല, മഴ എന്തോ ആയിരുന്നു, കളനായി തീർന്നു. അപ്പൊ ഉടനെ പുള്ളി എന്തെന്നറിയാമോ, എടുത്ത് അവിടെ തന്നെ ഇട്ടിട്ട് കടന്നുപോയി. ഇതാണ് പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ വരുവാനൊക്കെ വേണം മനുഷ്യാത്മാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അപ്പൊ കള്ളന്മാരെന്ന് പറയുന്നത് നമ്മുടെ വകയല്ലാത്തത് ഒന്നും എടുക്കുവാൻ നമുക്ക് കഴിയില്ല. നമുക്ക് വിളിച്ച് ചോദിക്കാം, ഇവിടെ തേങ്ങ കിടപ്പുണ്ട്, ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കാം, അവരനുവദിച്ചാൽ എടുക്കാം, അല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് രണ്ടാമത് എന്താ പറയുന്നത്? അത്യാഗ്രഹികൾ. ആമേൻ. എത്ര ലഭിച്ചാലും മതിയാകത്തില്ല, പിന്നെയും അത്യാഗ്രഹമാണ്. ഞാൻ ഈ യൂട്യൂബില് കടന്നു വന്നപ്പോൾ ഒത്തിരി ആളുകൾ പറഞ്ഞു, ഇവരൊന്നും അത്യാഗ്രഹമാണ്. എന്താ യൂട്യൂബിൽ ഒത്തിരി പൈസ കിട്ടുന്നത്? യൂട്യൂബിൽ പൈസ കിട്ടുന്നത് ആൾക്കാരറിയും. 1 ലക്ഷവും 2 ലക്ഷവും പേരൊക്കെ കാണുന്നവർക്ക് യൂട്യൂബിൽ പൈസ കിട്ടുന്നത്. ഈ സുവിശേഷം ഒന്നും ആരും അധികം കാണത്തില്ല. ഞാൻ ഓർക്കുക, ആമേൻ, ഞാൻ വലിയ ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു 2000 പേരൊക്കെ കണ്ടിട്ടുള്ളത്, 2300 ഉള്ളൂ. അതൊന്നും കിട്ടത്തില്ല പ്രിയപ്പെട്ടവര്. ലക്ഷങ്ങളുണ്ടെങ്കിലേ യൂട്യൂബിൽ പൈസ കിട്ടത്തുള്ളൂ എന്ന് വിചാരിച്ച് ആമേൻ, ആരും അങ്ങനെ പറയരുത്, അങ്ങനെ ആരെയും പരിഹസിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആഗ്രഹം എന്നാ? ഒരാളെങ്കിലും മനസ്സാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ലോകത്തോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മദ്യപാന്മാർ, വീണ്ടും പറയുകയാണ്, മദ്യപാന്മാർ, അല്ലേ? പിന്നെ വാവിഷ്ണക്കാർ. ഞാനതങ്ങ് വിടുക മദ്യപാനം എന്നുള്ളത്. വാവിഷ്ണക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ദൂഷണം സംസാരിക്കുന്നവർ. എന്താ പറയാ, പരദൂഷണം എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെ? എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞ് ഉടനെ മൊബൈൽ എടുക്കും, എടുത്തിട്ട് അടുത്തുള്ളവരോട് മുഴുവൻ അങ്ങ് വിളിച്ചു പറയും. വിശ്വാസികൾ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു സഹോദരിയുടെ ഒരു മകള്, ദൈവത്തിന് സ്തോത്രം, അവള് തെറ്റിപ്പോയി. അയ്യോ, 100 പേരോട് പറയാതെ പിന്നെ അത് ദൂഷണം പറയുകയാ. ദൈവരാജ്യം അവകാശമാക്കുകയില്ല.
ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നു, ദൂഷണം സംസാരിക്കുന്നവര് മറ്റുള്ളവർക്കെതിരെ, ആർക്കെതിരെ ആമേൻ ദൂഷണം സംസാരിച്ചാൽ അവർ വാവിഷ്ണക്കാരാണ്. എന്നിട്ട് പറയുകയാണ്, അഞ്ചാമത് പറയുകയെന്ന് എന്താ പറഞ്ഞേ? പിടിച്ചു പറിക്കുക. മറ്റുള്ളവരുടെ ഒന്നുകൂടെ ഞാൻ പറയാം, അതിങ്ങനെയാ, മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് അവരുടെ മുതലെടുത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവർ അവരാണ്. അവർക്ക് എന്താ ദൈവം ഒരുക്കിയിരിക്കുന്നത്? നിത്യ നരകം. അതുകൊണ്ട് പിതാക്കന്മാർ പറഞ്ഞു, എപ്പോഴും 4 കാര്യം നമ്മുടെ മനസ്സിലിരിക്കണം. നമ്മുടെ ഗുരുവാക്യം അതാണ്. ആമേൻ. 1, നിനക്കൊരു മരണമുണ്ട്. 2, ഹല്ലേലൂയ, നിനക്കൊരു ന്യായവിസ്താരമുണ്ട്. 3, നിനക്കൊരു അഗ്നിനരകമുണ്ട്. 4, നിനക്കൊരു സ്വർഗരാജ്യമുണ്ട്. ഏത് വേണേലും തിരഞ്ഞെടുക്കാം. ആദിമ മാതാപിതാക്കന്മാർ പൈശാചികന്റെ ശബ്ദം കേട്ട് അവന്റെ ആലോചന അനുസരിച്ച് അവന്റെ വാക്കുകൾ അനുസരിച്ച് ജീവിച്ച് ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളായി തീർന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരോട് കണ്ടു തോന്നി, ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ജനതയെ ഒരുക്കിയെടുക്കേണ്ടതിന് ഒരാട്ടുകോറ്റനെ എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ പാപത്തിന് പരിഹാരമായി അവിടെ അറുത്ത് രക്തം കൊണ്ട് ആദമിനും ഹവ്വയ്ക്കും പാപമോചനം കൊടുത്തു. അതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ആട്ടുകോറ്റനിലൂടെയുള്ളതായ പാപമോചനം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ഇതാ വിളിച്ചു പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നോക്കിയേ, യോഹന്നാനോട് നിന്ന് 2 ശിഷ്യന്മാർ ഇന്നലെ അവിടുന്ന് പോയി. കാരണം കാണേണ്ടവനെ കണ്ടപ്പോൾ, യോഹന്നാൻ ഇവനെ വഴിയൊരുക്കുവാൻ വന്നവനാ, കാണേണ്ടവനെ കണ്ടപ്പോൾ അവന്റെ കൂടെ പോകുന്നതാണ് ആമേൻ ഒരു വിശ്വാസിയുടെ ആമേൻ ജീവിതത്തിലെ രഹസ്യമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓർക്കും, യെശയ്യാവ് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 30-ാം അധ്യായം 33-ാം വാക്യം അവിടെ ഇങ്ങനെ പറയുകയാണ്, നരകമൊരുക്കിയത് സ്നേഹവാനായ ദൈവം മനുഷ്യർക്ക് വേണ്ടിയല്ല, അത് ഒരുക്കിയിരിക്കുന്നത് ഒരു രാജാവിനായിട്ടാണ്. ഈ വേദഭാഗങ്ങൾ വ്യക്തമാക്കുന്നത് ആ രാജാവ് ഈ ലോകത്തിന്റെ പ്രഭുവാ. അവനും രാജാവാ. അവനിന്ന് രാജാവായി ഈ ഭൂമിയെയും ആകാശമണ്ഡലങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുകയാ. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം, 30-33 അതിന്റെ സാരാംശം ഇതാണ്: നരകം ഒരുക്കിയത് സ്നേഹവാനായ ദൈവം, അത് മനുഷ്യർക്ക് വേണ്ടിയല്ല. എന്നിട്ട് പറയുക, ഒരു രാജാവിനായിട്ടാണ്. ഈ വേദഭാഗത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്. ആ രാജാവ് ആരാന്നറിയാമോ? ഈ ലോകത്തിന്റെ പ്രഭുവും അരുണോദയ പുത്രനായ ശുക്രനും വഞ്ചകനായ പിശാചുമാണ് അവനാണ് ഈ രാജാവ്. ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ അവൻ രാജാവായി വാഴുകയും. ചിന്തിച്ചു നോക്കുകയും, ദൈവത്തിൽ നിന്ന് ദൈവവിശ്വാസി അല്ലാതെ ജീവിക്കുന്നവരുടെ ഹൃദയത്തിൽ വാഴുന്നത് ആരാ? ആ രാജാവാ. എന്നാൽ രാജാവായവൻ ഭൂമിയിലേക്ക് വന്നത് മറന്നുകൊണ്ട് ഇന്ന് ഈ ഭൂമിയെ ഭരിക്കുന്ന പിശാചായ രാജാവിനെ അവിടെ ഹൃദയത്തിൽ അവർ സ്വീകരിച്ചത് കൊണ്ട് അവർ അഗ്നിനരകത്തിന് യോഗ്യരായി തീരുമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അനേകരുടെ ഹൃദയത്തിൽ അവൻ വസിക്കുകയാണ്. അനേകരെ അഗ്നിനരകത്തിലേക്ക് തള്ളിക്കളയുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആമേൻ. അത് സംഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം തന്റെ പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് കാൽവരിയിലെ പരമയാഗം മുഖാന്തരം ആമേൻ മാനസാന്തരപ്പെടുന്ന മുഴുവൻ മാനവജാതിയെയും അവൻ രക്ഷിക്കുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷ തികഞ്ഞു. അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിലേക്ക്. അപ്പം നരകമുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നരകം എവിടെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, നരകം എവിടെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-41. രണ്ടുപേർ ഒരു തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈകൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയാകൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടവൻ അഴിഞ്ഞു എങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്ന വേദഭാഗമാ. 2 പേര് വയലിലായിരിക്കും, 2 പേര് അരകലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ആമേൻ. 2 പേര് കിടക്കയിലായിരിക്കും. ഒരുവനെ എടുക്കും, മറ്റവനെ തള്ളിക്കളയും. അവന്റെ ആത്മാവ് അഗ്നിനരകത്തിലേക്ക് പോകും. ഞാൻ പറഞ്ഞല്ലോ, നരകം എവിടെയാണ്? ഇത് ഭൂമിയുടെ അതോ ഭാഗങ്ങളിലോ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തില് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ
എഫേസ്യർ 4:9. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിന് അതോ ഭാഗങ്ങളിലുള്ള ആ നരകത്തിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവനെ ചേർക്കുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാ ശുശ്രൂഷയും തികച്ച് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയാ. വായിച്ചു എഫേസ്യർ 4:9. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് കണ്ടോ? അവൻ യേശു കർത്താവ് തന്റെ ഉയർപ്പിന് ശേഷം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിൽക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു. കണ്ടോ? അവൻ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ മാത്രമല്ല, അധോഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അവൻ ഒന്ന് അബ്രഹാമിന്റെ മടിയാണ്. മറ്റു ദാവീദ് പറഞ്ഞതുപോലെ അധമ പാതാളം പിശാച്, അതേ ദൈവത്തെ അറിയാതെ പിശാചിനെ രാജാവായി ഹൃദയത്തിൽ സ്വീകരിച്ച ലോകത്തിന്റെ സന്തോഷത്തിലും മോഹത്തിലും ജീവിക്കുന്നവരെ അധോഭാഗങ്ങളിൽ അവരുടെ ആത്മാവ് ഇപ്പോഴും കിടക്കയാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നരകം ഭൂമിയുടെ അധോഭാഗങ്ങളില്. യെശയ്യാവ് 14:9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളില് ഇങ്ങനെ പറയുന്നുണ്ട്. ആമേൻ. യെശയ്യാവ് 14:9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളില് വായിക്കാം. നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. പറയുകയാണ്, നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽക്കുവാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് കർത്താവിന്റെ ആമേൻ വിശ്വാസികളെ സ്വീകരിച്ച ശേഷം ആമേൻ ദൈവത്തിന്റെ സ്തോത്രം അതോ ഭാഗങ്ങളിൽ ആയിരിക്കുന്ന മനുഷ്യാത്മാക്കളെ ആമേൻ അന്ത്യ ന്യായവിധിക്കായി വിളിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ ആത്മാവിൽ കണ്ട് രേഖപ്പെടുത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പിശാചിന്റെ കരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം വിശ്വാസികൾക്ക് ഇടയാക്കട്ടെ എന്ന് മാത്രമല്ല, രാജാവായി പൈശാചികൻ ഹൃദയത്തിൽ വാഴുന്നെങ്കിൽ അവനെ പുറത്തു കളഞ്ഞ് യേശു മഹാരാജാതി രാജാവായി വരുമ്പോൾ അവനോടുകൂടെ ഞാനും ചേരുമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ, അഥവാ 2 സൈഡിലും പറയും പാതാളത്തിൽ, അഥവാ അധോപാതാളത്തിൽ ഇവിടെ വെച്ചിരിക്കുന്നു. ദാവീദ് ചെയ്ത പാപം എന്താ? ഞാൻ ആ പാപത്തെ കുറിച്ച് ഇത്രയും മാത്രം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. മറ്റൊരുവന്റെ ഭാര്യയെ എടുത്തു എന്നുള്ളതാണ് അവന്റെ പാപം. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ ഭാര്യയെ അവൻ ഭാര്യയായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിന് വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങള് അത് വെറിക്കൂത്തിന്റെ ഒരു ഭാഗമാ. ഞാൻ അതിലേക്കൊന്നും വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദാവീദിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ ചെറുപ്രായത്തിൽ വീണ വായിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട നരകത്തിലേക്ക് തള്ളുവാനുള്ള ഒരു പാപം കടന്നു വന്നപ്പോൾ അവനെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചു. അതിനൊരു പ്രവാചകൻ വേണ്ടി വന്നു. ഇന്ന് നമുക്ക് പ്രവാചകന്മാർ ആവശ്യമില്ല. ഈ വചനത്തിൽ ഇതെല്ലാം വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുകയാ. നമുക്ക് ഇന്ന് പ്രവാചകന്മാരുടെ ആവശ്യമില്ല. അത് സുവിശേഷത്തിലൂടെ അവൻ എല്ലാവരും പ്രസംഗിക്കാൻ പറയും ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകം. എനിക്ക് അത് അവർ പറയുന്നത് കറുത്ത ബൈൻഡ് പുറത്ത് കിടക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിലാണ് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള സകലതും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് പ്രകാശമുള്ള പുസ്തകം തന്നെയാ, കറുത്ത ബൈൻഡിട്ട പ്രകാശമുള്ള പുസ്തകം തന്നെയെന്ന് അവിടെ പറയുകയാ. അപ്പൊ നോക്കിയേ, പ്രവാചകന് കടന്നു ചെല്ലേണ്ടി വന്നു, അവന് ഭാവബോധം വരുത്തേണ്ടത് വന്നു. എന്നിട്ട് ഒരു കഥയിലൂടെയാണ് അത് പറയുന്നത്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയിൽ. അവൻ രാജാവാണ് ദാവീദ്. രാജാവിന് കോപമുണ്ടായി. അങ്ങനെ ഒരുവൻ ഉണ്ടെങ്കിൽ അവൻ ഒന്നുമില്ലാത്തവന്റെ കയ്യിൽ നിന്ന് ഒരാടിനെ വാങ്ങിച്ച് വീട്ടിൽ വന്നവർക്ക് വേണ്ടി പാചകം ചെയ്തു കൊടുത്തുവെങ്കിൽ അവൻ മരണയോഗ്യൻ. പ്രവാചകൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ആ മനുഷ്യൻ നീ തന്നെ. മുഖത്ത് ചൂണ്ടിക്കൊണ്ട പ്രവാചകൻ പറയുന്നത്. അപ്പൊ പ്രവാചകന്മാർക്ക് എന്താ പറയുക? രാജാവിനെ ഭയമില്ല. അവർക്ക് ആകെ ഭയമുള്ളത് അവരുടെ ദൈവത്തെ മാത്രമാണ്. ദൈവം പറഞ്ഞത് അറിയിക്കുക എന്നുള്ളതാ അവരുടെ കടമ. എന്നാൽ ദാവീദ് പലപ്പോഴും ആത്മാവിൽ ആ ദൈവത്തെ ആരാധിച്ചിട്ടുള്ളവരായതുകൊണ്ട് അവൻ ആ നിമിഷം പാവം ബോധ്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ശലമോൻ എന്നവന് കിട്ടാഞ്ഞത്.
ദാവീദിന്റെ സന്തതിയിൽ യേശു ക്രിസ്തുവിനെ അവനെ നമ്മൾ കാണുന്നത്. സന്തതി പരമ്പരയില് നിങ്ങൾ നോക്ക്, നോഹയെ നോക്ക്. നോഹയുടെ പരമ്പരയിൽ നോഹയ്ക്ക് പരമ്പരയായിട്ട് ഒരാള് ഈ വചനം പറയാനായിട്ടില്ലായിരുന്നു. നോഹയെ നോക്ക്, എന്താണെന്നറിയത്തില്ല, നോഹയ്ക്കും അങ്ങനെ ആരുമില്ലായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ പഴയ ഭക്തന്മാർക്ക് ആരുമില്ലാതെ അവരുടെ കുഞ്ഞുങ്ങളെ, ഏലിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ഏലി കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തിയില്ല. അപ്പൊ ഒരു വിശ്വാസി അവന്റെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ഈ വചനം പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ നാളില് നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വന്നവരും പറഞ്ഞു, എന്റെ വല്യപ്പന് ഒരു സുവിശേഷകനായിരുന്നു, എന്റെ അപ്പനൊരു സുവിശേഷകനായിരുന്നു, എനിക്ക് ഒരു സുവിശേഷകനാൻ ഭാഗ്യം ലഭിച്ചു. അത് ഈ കാലങ്ങളിൽ 2-ാം ഇസ്രായേലിന് ദൈവം കൊടുത്തിരിക്കുന്ന നന്മയാ. ദൈവത്തിന് സ്വത്രം. പ്രിയപ്പെട്ടവരെ, അപ്പൊ അവിടെ അവൻ എന്ത് ചെയ്തു? ഓടി തന്റെ കാട്ടിൽ മേൽ കിടന്ന്, അല്ലെങ്കിൽ അവിടെ പാവരിച്ച് കിടന്ന് അവന് തന്റെ കാട്ടിലേക്ക് കണ്ണുനീരുകൊണ്ട് നനച്ചു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവന്റെ പാപം ദൈവം എന്ത് ചെയ്തു? മോചിച്ചു കൊടുക്കുന്നു. നമുക്കറിയാം, അബ്രഹാം കുറവുള്ള മനുഷ്യനായിരുന്നുവെങ്കിലും ജീവിതത്തില്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല, അവനെ ദൈവം വിളിച്ചിരുന്ന എന്താണെന്നറിയാമോ? എന്റെ സ്നേഹിതനെന്നാണ്. പുതിയ നിയമ അപ്പോസ്തലന്മാരെ വിളിച്ചത് നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാന്ന. അബ്രഹാമിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ അപ്പോസ്തലന്മാരെയും ദൈവം സ്നേഹിച്ചു. ഇനി മുതൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാ. അപ്പോൾ നമ്മള് ദൈവത്തോട് ചേരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹിതന്മാരെ, ദൈവത്തിന്റെ കരുണ എത്ര വലുതാ, അവന്റെ ദയ എത്ര വലുതാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അബ്രഹാമിനെ സ്നേഹിതനെന്ന് വിളിച്ചെങ്കിൽ ദാനിയേലിനെ എന്താ വിളിച്ചേ? ദാനിയേലിനെ എന്താ വിളിച്ചേ? പ്രിയ പുരുഷൻ എന്നാ വിളിച്ചേ. സ്വതന്ത്രം പറഞ്ഞ് അവർ നമ്മളെ സ്നേഹിതനെന്ന് വിളിക്കുക മാത്രമല്ല, പ്രിയ പുരുഷൻ എന്ന് വിളിക്കുകയും ചെയ്യും, പ്രിയ മകൻ എന്ന്. അതുകൊണ്ടാ പറഞ്ഞേ, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ കണ്ടോ? അധികാരം കൊടുത്തിരിക്കുക. അപ്പൊ നമ്മൾ പ്രിയ മക്കളാ. ഇവിടെ നോക്കിയേ, അവനോട് പറയാ പ്രിയ പുരുഷൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ പ്രിയ മക്കളാ. മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. നമ്മളേത് കൂട്ടത്തിൽ കൊടുക്കും? മക്കള് വല്ലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാ പ്രിയ മക്കള് അവനോട് ചേർന്ന് നടക്കും, അല്ലേ? ആ ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ദൈവവും നമ്മോട് ചേർന്ന് നടക്കും. നമുക്ക് എഫെസോസിൽ ഇവിടെ 2 ശിഷ്യന്മാര് അവന്റെ രാജ്യം, അവന്റെ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, എന്റെ ദൈവം അവരോട് ചേർന്ന് നടന്നു. എന്നറിയാമോ? അവർ അവന്റെ പ്രിയ മക്കളായി. പിന്മാറ്റത്തിലോ പോയെങ്കിലും പ്രിയ മക്കളോട് ചേർന്ന് നടക്കും. നമ്മൾ മുമ്പേ വായിച്ചല്ലോ, പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന ദൂഷണം മാത്രമേ ദൈവം ക്ഷമിക്കാതിരിക്കുള്ളൂ. അപ്പൊ അവർ ക്ഷമിച്ചത്, അവരെന്താ? യേശുവിനെ ക്രൂശിച്ചു. ഇവര് ഞങ്ങളെ പിടിച്ച് യഹൂദന്മാർ ഉപദ്രവിക്കുന്നു പറഞ്ഞ് പേടിച്ചു പോയതാ. എന്നാൽ അവരെ മടക്കിക്കൊണ്ടുവരേണ്ടത് ദൈവത്തിന്റെ കടമയായിരുന്നത് കൊണ്ട് അവരോട് ചേർന്ന് നടന്ന് അവൻ അപ്പം നുറുക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വിഷയമാണെന്ന്. എന്നാൽ 2-ാം വിഷയമായ നമുക്ക് അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിക്കുകയാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യുക. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുക, ഒന്ന് യോഹന്നാന്റെ സുവിശേഷം അതിനകത്ത് പറഞ്ഞിരിക്കുക, എന്നിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ വന്ന് വാസം ചെയ്യും, ഞാൻ മാത്രമല്ല എന്റെ പിതാവും വാസം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. നമ്മളിൽ ഉണ്ടോ? യേശു ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പ്രതികൂലം വരുമ്പോ നമ്മൾ അതിനെ എന്റെ അടുക്കേക്ക് വരണ്ടെന്ന് പറഞ്ഞ് ഓടിക്കാൻ നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമെന്ന് ഒരു ഭക്തൻ എഴുതി വച്ചിരിക്കുക. ദൈവത്തെ അനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഒരു ഭക്തനെ മനുഷ്യനെ നമുക്ക് ഒത്തിരി പണം ലഭിച്ചാലൊന്നും അനുഗ്രഹം കിട്ടും. അത് അനുഗ്രഹമാണ്, ദൈവം തരുന്നതാ, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളതാ. എന്നാൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? അവിടെ പറയുക, ദൈവത്തിനെ നമ്മൾ അനുസരിക്കണം, അവന്റെ പുത്രനെ അനുസരിക്കണം, അവനിൽ വിശ്വസിക്കണം. എന്നിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ നീ ഏറ്റവും വലിയ അനുഗ്രഹമുള്ളവരായി തീരുകയാ, നീ ഏറ്റവും വലിയ ഭാഗ്യവാനായി തീരുകയാ. കണ്ടല്ലേ 1-ാം സംഘത്തിൽ പറയുന്നത്?
ദുഷ്യന്മാരുടെ ആലക്കാതെയും പാവയുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് അവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. അവൻ നരക എവിടെയാണ്? അത് ഭൂമിക്കുള്ളിലാണ്, അതോ ഭാഗങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നരകത്തിലെ ജോലി അവിടെ കേൾക്കണം. നരകത്തിലെ ജോലി എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. മത്തായി 13-ാം അധ്യായം 41-ാം വാക്യം വായിക്കുമ്പോൾ 13:41 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 41 മുതലുള്ള വാക്യം. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തെല്ലാം ഇലക്ഷികളെയും അധർമ്മം ഉറക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്നും എല്ലാ ഇലക്ഷികളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് വായിച്ചു. ഇടർച്ച വരുത്തുന്നവൻ അധർമ്മം പ്രവർത്തിക്കുന്നവരെ കൂട്ടിച്ചേർക്കും, തീച്ചൂളിൽ ഇട്ട് കളയും. കണ്ടോ? അഗ്നി നരകത്തിൽ ഇട്ട് കളയും. അപ്പൊ എന്നിട്ട് അവിടെ എന്താ ഉള്ളത്? അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. അവിടെ കരച്ചിലും പല്ലുകടിയല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവിടെ കരഞ്ഞാലുള്ള അവസ്ഥ, പല്ലുകടിച്ചാലുള്ള അവസ്ഥ എത്ര ഭയങ്കരമാ. അങ്ങനെയാണെങ്കിൽ ഒരു ചെലവുമില്ലാതെ യേശുവിനെ ഹൃദയത്തിലേക്ക് ഒന്ന് ക്ഷണിക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് ദൈവം ആയുസ് തന്നപ്പോൾ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണെങ്കിൽ, ആരെങ്കിലും അങ്ങനെ കഴിയാത്തവരുണ്ടെങ്കിൽ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് ക്ഷണിക്കുക. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അമ്മ ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്ന് അവിടെ കരഞ്ഞാലുള്ള അവസ്ഥ എത്ര ഭീകരം. പണ്ട് റഷ്യക്കാരാണെന്ന് തോന്നുന്നു. അവര് ഭൂമി കുഴിച്ചു ചെന്നപ്പോൾ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിന്ന് വലിയ കരച്ചിൽ കേട്ടെന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അവരെ നിർത്തിയിട്ട് ദൈവത്തിന് സ്തോത്രം, അവരെ ജോലി മതിയാക്കി എന്ന് പറയുകയാണ്. ഇവിടെ പറയുന്നു, 1 കരച്ചില്, 2 പല്ലുകടി. ആമേൻ. ഇതെല്ലാം എന്താണെന്നറിയാമോ? നരകത്തിലെ അനുഭവമാ. ഇത് ശാപം ലഭിച്ചവരുടെ അനുഭവമാണ്. ആമേൻ. പ്രാക്കിന്റെ അനുഭവമാണ്, മാറത്തടികളുടെ അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശബ്ദങ്ങളെല്ലാം ഒരുമിച്ച് ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് കരയുമ്പോൾ ചിലര് പറയും, എനിക്ക് എന്റെ അപ്പം പോയില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. നമുക്കങ്ങനെ പറയാൻ ആവശ്യമില്ല, ഇല്ലേ? നമ്മളെ പറയണം, നമ്മളെ തന്നെ കാന്ത തന്നെ ഒരുക്കുക. അവരുടെ കാര്യം ദൈവം നോക്കിക്കൂടും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നല്ല മനുഷ്യരായിരുന്നു, നല്ല എന്താ പറയുന്നത്, അവർക്ക് അറിയാവുന്നതനുസരിച്ച് അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചവരാ. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ അങ്ങനെയല്ല. വേദപുസ്തകം ഒരു തുറന്ന പുസ്തകമായി നമ്മുടെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കേ നമ്മളെ ശുദ്രം ചെയ്ത് മയക്കിയതാരെന്ന് ഇന്ന് 2-ാം ഇസ്രായേലിനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം, ഞാനൊരു ദൈവമകനാണ്, അവനോട് ചേർന്ന് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം എനിക്ക് ലഭിക്കുമെന്നുള്ള ആ അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായി കഴിയുന്നത്. അവിടെ പറഞ്ഞല്ലോ, കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് ഒരു കഥ പറഞ്ഞിട്ട് പറയുക, വിശദീകരിപ്പാൻ സമയമില്ലാത്തോടെ മുൻപോട്ട് പോവുക. കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അത് കർത്താവ് പറയുമ്പോൾ അത് അഗ്നി നരകത്തെ ഉദ്ദേശിച്ച് പറയുക. യെശയ്യാവ് 66:24. ഇനി നരകത്തിലെ മറ്റൊരു പ്രത്യേകതയുണ്ട്. യെശയ്യാവ് 66:24 വായി. യെശയ്യാവ് 66:24. 66 അധ്യായങ്ങളുള്ളൂ, 24. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകുകയില്ല,
അവരുടെ തീ കെട്ടുപോകയില്ല. അവരുടെ പുഴു ചാകയില്ല, തീ കെട്ടുപോകയില്ല. വായിച്ചപ്പോൾ അന്ത്യനരകത്തിന്റെ പ്രത്യേകത വായിച്ചപ്പോൾ ഞാനൊരു പുസ്തകത്തില് ഇങ്ങനെ കാണുവാനായിട്ടിടയായി. എല്ലാ മതങ്ങളും നരകമുണ്ടെന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഹൈന്ദവ ധർമ്മ സുധാകരത്തിൽ കാലസൂത്രം എന്ന നരകത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. ഹൈന്ദവ ധർമ്മ സുധാകരത്തിൽ കാലസൂത്രം എന്ന നരകത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. പശുരോമ സഹസ്രാബ്ദ വർഷം എന്ന് പറയുന്നുണ്ട്. യാതന അനുഭവിക്കുമെന്ന് പറയുന്നുണ്ട്. പശുരോമ സഹസ്രാബ്ദ വർഷം എന്ന് പറഞ്ഞാല് അത്രയും കാലം ആ നരകത്തിൽ യാതന അനുഭവിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന് വിശദീകരണം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പശുവിന്റെ രോമം മുഴുവൻ എണ്ണാൻ കഴിയുമോ? എണ്ണുക. അവ ഓരോന്നിനും 1000, ഓരോ രോമത്തിനും 1000 സംവത്സരം വെച്ച് കണക്കാക്കിയാൽ എത്ര കൊല്ലം വരുമോ അത്ര കാലങ്ങളും ആ നരകത്തിൽ യാതന അനുഭവിക്കും. എത്ര ഭയാനകമാണ് ഹിന്ദു പുരാണത്തിൽ പറഞ്ഞിരിക്കുക. എന്നാൽ നമ്മുടെ വേദപുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 25:46. 25:46 അവിടെ പറഞ്ഞിരിക്കുന്നത് നിത്യദണ്ഡനമെന്നാണ്. നിത്യത എന്നതിന് പര്യവസാനമില്ലല്ലോ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. കണ്ടോ? അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ നരകത്തിലായാൽ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അവർ നിത്യദണ്ഡനത്തിലേക്ക് പോകും. നിത്യദണ്ഡനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അത് നിത്യത. സ്വർഗം ലഭിക്കുന്നത് പോലെ തന്നെ നിത്യമാണ്. അതിന് പര്യവസാനമില്ല. അയ്യോ, എത്ര ഭയങ്കരമായ ന്യായവിധിയിൽ നിന്നാണ് എന്നെ നിങ്ങളെയും കർത്താവ് രക്ഷിച്ചത്. ഓർക്കുമ്പോൾ കരയാതിരിക്കാൻ കഴിയുമോ? ഒരു കാലത്ത് ലോകത്തിന്റെ ഗതി അനുസരിച്ച് ജീവിച്ചവരാ നമ്മള്. അവയെ ലോകം പോകുന്നത് പോലെ ജീവിച്ചവരായിരിക്കാം. എന്നാൽ അവന്റെ സ്നേഹം നമ്മളെ തേടി വന്നു. എനിക്ക് പറയാനുള്ള എന്റെ മുറിയിലേക്ക് ആ സ്നേഹം അന്ന് രാത്രിയില് കടന്നു വന്നപ്പോൾ എന്നോട് സംസാരിച്ച ശബ്ദ നിമിത്തമാണ് ആ സ്നേഹം എന്നെ സ്വർഗത്തിലേക്ക് ആനയിപ്പാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ അങ്ങനെ വിടുകയാണ്. ഇനിയും നരകത്തിലെ അന്തേവാസികൾ ആരൊക്കെയാണെന്നൂടെ നമുക്ക് നോക്കി ഈ ഭാഗം അങ്ങ് വിടാം. നരകത്തിലെ ജോലി കരച്ചിലും പല്ലുകടിക്കുന്നു. അപ്പം കോടാനുകോടി ജനങ്ങൾ ഒന്നിച്ച് കരയുമ്പോൾ അതായിരിക്കാം അമേരിക്കയാണോ റഷ്യയാണോ എന്നൊക്കെ എവിടെ വായിച്ചു. അവർ ഭൂമിയിലെ അധോഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ വലിയ കരച്ചിലുകൾ കണ്ടേ. അപ്പൊ ഈ അവരിലുള്ള ആത്മാവിനും കരയാൻ കഴിയും. അത് നമ്മൾ അടുത്ത ഭാഗത്ത് ഞാൻ ഓർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, ആമേൻ, വെളിപ്പാട് പുസ്തകം 20:10 പറയുന്നുണ്ട്. ആമേൻ, ഈ നരകം കർത്താവ് ഒരുക്കിയിരിക്കുന്നത് അവിടെ ആരൊക്കെ വസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഒന്ന്, സാത്താനുവിന്റെ ദൂതന്മാരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:41 വെളിപ്പാടിന്റെ 20 ഒത്തുകൊടുക്കുക. ഞാൻ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. വെളിപ്പാട് 20:10, മത്തായി 25:41. പിന്നെ അവൻ ഇരുട്ടുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേ. പിന്നെ അവൻ അവരോട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മത്തായി 25:41 വായിക്കുക. 20:10 വെളിപ്പാട്. ഒരു വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന എന്തോ തീപ്പൊയിലേക്ക് തള്ളിയിടും. ദണ്ഡനമനുഭവിക്കും. അപ്പം പോകേണ്ടത് ആരാണ്? സാത്താനും ദൂതന്മാരും കള്ളപ്രവാചകനെയും വരുവാനുള്ള ആന്റി ക്രൈസ്റ്റ് ഉൾപ്പെടെയുള്ളവരാണ് പോകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. സാത്താനും പലരും ധരിച്ചിരിക്കുക 3-ാം ലോകമായിട്ട് വരും. ഇപ്പോഴൊന്നും 3-ാം ലോകത്ത് വരില്ല. ബൈബിള് പറയുന്നത് അങ്ങനെയാണ്. എന്നാ കാര്യം അറിയാമോ? 3-ാം ലോകമായിട്ട് ഉണ്ടായാൽ ഈ ലോകം പിന്നില്ല. കാരണം മുഴുവൻ രാജ്യങ്ങളും അണുവായുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവൻ മറ്റു രാജ്യത്തുനിന്ന് ഇത് തൊടുത്തുവിടും. അതെല്ലാം ഒരുപോലെ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ഈ ഭൂമി തീക്കായി
പിന്നെ നമ്മൾ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ആമേൻ ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ കാണുന്നത്. പോകട്ടെ, അപ്പൊ ഒന്ന് സാത്താനവന്റെ ദൂതന്മാർക്കും ഉള്ളതാണ്. രണ്ട് വെളിപ്പാട് 19:20 അത് വായിച്ചിട്ടുണ്ട് അല്ലെ? 20 വായിച്ചോ? 19:20 വായിച്ചു. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു. മൃഗത്തിന്റെ മുദ്രയേൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കാരം ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി. ഒരു പ്രവാചകനെഴുന്നേക്കുമെന്നാ പറയുന്നത്. ആന്റി ക്രൈസ്റ്റ് ഈ ലോകം ഭരിക്കുമ്പോൾ ഒരു കള്ളപ്രവാചകനെ എഴുന്നേൽക്കും. എന്നിട്ട് അവരെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധക കത്തുന്ന തീപ്പൊയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. വിശദീകരിക്കുന്നില്ല. മൃഗത്തെയും ആമേൻ കള്ളപ്രവാചകനെയും ആമേൻ 666 അടിച്ച ആ വ്യക്തിയെ അവരോട് കൂടെ ഒരു കള്ളപ്രവാചകനുണ്ട്, അവനെയും തീപ്പൊയ്കയിൽ. പിന്നെ വെളിപ്പാട് 21:8 വായി. 3 കൂട്ടരാണ് ദൈവം ഈ നരകം ഒരുക്കിയിട്ട് ആമേൻ കടന്ന് പോകാൻ സാധ്യതയുള്ളവരെന്ന് പറഞ്ഞത്. കാരണം കടന്നു പോകുന്നവരെന്ന് പറഞ്ഞത് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശൂദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്യത്രേ. നമ്മൾ കണ്ട കൂടാനുകൂടി ആളുകൾ അവിടെ വീഴുകയാണ്. പിന്നെ നമുക്കൊരു അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വളരെ വസന്തിഗ്ധമായി പറഞ്ഞത്, ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാദിവസം. ഹല്ലേലൂയ, ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാ ദിവസം. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഇവിടെ ഓർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നരകം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടോ? ആമേൻ. നമ്മൾ കണ്ടു നരകം എന്ന് പറയുന്ന വിശാലമായ ഒരു സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. 2, നമ്മൾ കണ്ടു നരകം എവിടെയാണ്? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്. എന്തിനാണെന്നറിയാമോ? കർത്താവ് അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് നരകത്തിൽ കിടക്കുന്നവരെ വിടുവിക്കുവാനല്ല. അന്ന് പഴയ നിയമ ഭക്തന്മാര് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ഭൂമിയുടെ അധോഭാഗങ്ങളിലുള്ള സ്ഥലത്ത് അവരുടെ ആത്മാക്കൾ വിശ്രമിച്ചിരുന്നു. അവരെയും കൊണ്ടാണ് സ്വർഗത്തിലേക്ക് കർത്താവ് കയറിപ്പോകുന്നത്. ആമേൻ. അപ്പോഴാണ് മറിയ അവനെ തൊടുവാൻ തുടങ്ങിയത്. എന്തായാലും പറഞ്ഞു, എന്നെ നീ തൊടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അല്ലേ? അല്ലേ? പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അപ്പൊ ഉടനെ പിന്നെ അവര് തൊടുന്നുണ്ട്. അവനെ നല്ല ഓർപ്പിക്കണം. എന്താ കാര്യം അറിയാമോ? വിശുദ്ധന്മാരായിട്ടുള്ള ആത്മാക്കൾ ക്രിസ്തുവിനോടുകൂടെ കോടാനുകോടി ആത്മാക്കൾ മരിച്ചുപോയവരുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ ആമേൻ ഭീരുക്കൾ, അറുക്കപ്പെട്ടവർ, അവിശ്വാസികൾ, ദുഷ്ടന്മാരായിട്ടുള്ളവർ കിടക്കുകയാ. അവർക്ക് ഇനിയും ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി ആമേൻ യഹൂദന്മാരുടെ ശേഷിക്കുന്ന ആമേൻ ശേഷിപ്പുകളെ കർത്താവ് ആമേൻ സ്വർഗത്തിലേക്ക് സ്വീകരിച്ച ശേഷമാണ് ആ ന്യായവിധി. അത് വേദപുസ്തകം പറയുന്നു 1007 വർഷം കഴിഞ്ഞ്, അതായത് വിശ്വാസികൾ എടുക്കപ്പെട്ട ശേഷം 1007 വർഷം കഴിഞ്ഞാണ് ആ ന്യായവിധി നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പലരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഇടത്തുള്ളവരോട്, ശമിക്കപ്പെട്ടവരെ. എന്നറിയാമോ? ഈ ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലത്ത് ഈ മോശയും ഏലിയാവും ഇറങ്ങി വന്ന് പ്രസംഗിക്കും. അപ്പോൾ ജാതികൾ പലരും മനസ്സാന്തരപ്പെടും. അപ്പൊ 1000 വർഷം കഴിഞ്ഞേ പിന്നെ അവരെ ജീവിക്കുകയുള്ളൂ. 1000 വർഷം കഴിഞ്ഞപ്പോൾ ആ കാലങ്ങളിലെ യഹൂദന്മാരും അതുപോലെ മനസ്സാന്തരപ്പെട്ടവരും അവരോടാ പറയുന്നത്, നിങ്ങൾ ഇടത്ത് വലത്തുള്ളവരോട് എന്റെ പിതാവിനായി ഒരുക്കിയിരിക്കുന്ന നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സ്വതന്ത്രം പറഞ്ഞേ, കർത്താവ് വന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടിക്കഴിഞ്ഞു. പിന്നെ 1000 വർഷം ഭരണകാലത്തിൽ രക്ഷിക്കപ്പെടുന്ന ജാതികൾക്കും അങ്ങനെയുള്ളവർക്കും വേണ്ടിയുള്ളതാണ് ആ ഇടത്തുള്ളവരെന്ന് പറയുന്നത്. ഇടത്തുള്ളവരോട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലെ വലത്തുള്ളവരോട് രാജ്യത്തിലേക്ക് പ്രവേശിച്ചുള്ളവർ, ഇടത്തുള്ളവരോട് എന്നാ പറയുന്നത്? ആമേൻ. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പ്രവേശിച്ചു. അവൻ നോക്കിയേ, നമ്മൾ 3ാമതായിട്ട് കണ്ടത് നരകത്തിലെ ജോലിയാ. അവിടെ ഒരു ജോലിയേ ഉള്ളൂ, കരച്ചിലും പല്ലുകടിയും. അവിടെ പുഴി ചാകുകയില്ല, തീ കെട്ടുപോകുകയില്ല. നമുക്കറിയാം, മീന് ഉപ്പിട്ട് വെക്കുമ്പോ എന്തിനാ മീൻ ഉപ്പിട്ട് വെക്കുന്നത്? എന്തിനാ? അത് ചീഞ്ഞു പോകാതിരിക്കുക, അല്ലേ? എന്ന് പറയുന്നത് പോലെ ഈ ശരീരം അത്തി കൊണ്ട് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു ഭക്തൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമല്ല പറഞ്ഞത്.
അവ എവിടെ പോകണമെന്ന് ഇന്ന് പകൽ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ നരകത്തിലെ ജോലി കരച്ചിലും പല്ലുകടിയും ഉള്ളല്ലോ. ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർപ്പിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. സഹസ്രാബ്ദ വർഷം എന്ന് പറയുന്ന യാതന അനുഭവിക്കുമെന്ന് ഹൈന്ദവ ധർമ്മ സുധാകരത്തിൽ കാലസൂത്രത്തിൽ പറയുന്നുണ്ടെങ്കിൽ വേദപുസ്തകം പറയുകയാണ്. നമുക്കറിയാം, ഒരു പശുവിന്റെ രോഗം എണ്ണിയാൽ 1000 വർഷം അവൻ ദണ്ഡനം അനുഭവിക്കേണ്ടി വരുമെങ്കിൽ അത് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. അത് നിത്യ നരകമാണെന്ന്. അവൻ നരകത്തിലെ ജോലിയെ നമ്മൾ കണ്ടു. ഇനി നരകത്തിലേക്കുള്ള വഴി അതോടെ അവസാനിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യം. നരകത്തിലേക്കുള്ള വഴി. വിശുദ്ധ മത്തായി 7:13-14. ഇടുക്ക് വാതിലുടെ അകത്തു കടപ്പേക്കും. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവൻ അനേകരുമാകുന്നു. ഇടുക്ക് വാതിലൂടെ അകത്ത് പ്രവേശിപ്പീൻ. ഇല്ലേ? റെസ്ട്രിക്ഷൻ ഉണ്ട് ദൈവമക്കൾക്ക്. ഉണ്ടോ? സ്വതന്ത്രം പറയുന്നില്ല. ആത്മാവ്, ദൈവാത്മാവ് നമുക്ക് ആത്മാവ് തരുമ്പോ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇടുക്ക് വാതിലാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ വിശാലമായ ഒരു വാതിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ ജീവിക്കും. നമുക്കങ്ങനെ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാ. അപ്പൊ നമ്മള് ഇടുക്ക് വാതിലിലൂടെയാണ് പ്രവേശിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഇടുക്ക് വാതിലിലൂടെ അകത്ത് കിടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതാണ്, വഴി വിശാലമാണ്, അതിൽ കൂടി കടക്കുന്നവർ അനേകരാകുന്നു. എന്നാൽ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിയും ഉള്ളത്. അടുത്ത് പറയുന്നത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അത് കണ്ടെത്തുന്നവർ കൃപയാലല്ലോ. വിശ്വാസം മൂലം ഈ കാലയളവിൽ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞതോർത്ത് കരങ്ങളോട് സ്തോത്രം പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങളില് ഒരു ധനവാനെയും ഒരു ലാസറിനെയും കുറിച്ച് പറയുന്ന ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതിനു മുൻപായിട്ട് നമ്മൾ നരകത്തിലേക്കുള്ള ജോലി നമ്മളിൽ നിന്ന് അത് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ പാടാം. ദൈവം വിശ്വസ്തൻ, അന്ത്യത്തോളം നടത്തുന്നവേ, ജീവിതത്തിൽ ശോധനകളെ വന്നാലോ ജീവിതത്തിൽ ശോധനകളേറി വന്നാലോ എന്റെ പ്രിയനെനിക്കായി എത്ര സ്തുതിച്ചാലും മതി വരില്ല. എന്റെ പ്രിയൻ നോക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരില്ല. അന്നു എല്ലാം തന്നതാണേ നാളെ ആഴമില്ലല്ലോ. അന്നു വേണ്ടുന്നതെല്ലാം തന്നതാണേ നാളെ കൊണ്ടെനിക്ക് ആഴമില്ലല്ലോ. ദൈവം വിശ്വസ്തൻ, അന്ത്യത്തോളം നടത്തുന്നവേ, ജീവിതത്തിൽ ശോധനകളേറി വന്നാലും നീ വീണാലും നിലം വഴിയാവുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നരകത്തിലെ ജോലിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയിരിക്കുക ദൈവം. മൂന്നാം നമ്മൾ കണ്ട അവിടെ കരച്ചിലും പല്ലുകടിയുമാ. നരകത്തിലേക്ക് പോകുന്നത് സാത്താനോന്റെ ദൂതന്മാരുമാ, മൃഗവും കള്ളപ്രവാചകരുമാ, അവിശ്വാസികളും ദുഷ്ടന്മാരുമാ. എന്നാൽ ഇവിടെ പറയുക നരകത്തിലേക്കുള്ള വഴി വിശാലമായതുകൊണ്ട് ഒരു വലിയ ജനസമൂഹത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുക. എന്നാൽ ഈ നാളുകളിൽ ലോകം മുഴുവൻ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുകയാ. ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് നീ ഏത് മതക്കാരനെന്നോ നീ ഏത് സഭാവിഭാഗമെന്നോ വ്യത്യാസമില്ലാതെ നിനക്ക് വേണ്ടി അത്യനരകത്തിൽ നിന്നെ വിടുവിപ്പാൻ കടന്നു വന്ന യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് ഒരു നിത്യ സ്വർഗം ലഭിക്കും. അവൻ വിശാലമായ വഴി ഇഷ്ടം പോലെ ജീവിക്കാം. ഇടുക്ക് വാതില് അത് നാശത്തിലേക്ക് പോകുന്ന ആ വാതിലല്ല. അവൻ ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമാണ് നമ്മൾ കണ്ടു.
ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19, 20, 21 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ധനവാനും മനുഷ്യൻ ഉണ്ടായിരുന്നു. വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കിൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് ഇന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. യേശു കർത്താവ് ഇതൊരു കഥയായിട്ടാണ് പറയുന്നത്. ഈ ധനവാനെ അബ്രഹാമിന്റെ മകനായിട്ടുള്ള ഭാഗത്തുണ്ട്. അവിടെ വീട്ടിൽ പോയി വായിക്കുക. മകനായിട്ടാണ് കാണുന്നത്. അപ്പം അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ധനവാൻ, പക്ഷെ അവൻ നിർഭാഗ്യവശാൽ അവന്റെ പേരില്ല. അപ്പൊ ധനവാനായ മനുഷ്യൻ അവനെ മകനെ എന്ന് വിളിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ കഥ പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അത്രേ നിത്യ ശിക്ഷാവിധിയിലേക്ക് അവൻ പോകുന്നതെന്ന് പറയുക. അത് യേശു പ്രസംഗിക്കുക. സ്വർഗത്തിൽ നിന്ന് വന്ന മിശിഹയാകുന്നു ഞാനെന്ന് യഹൂദന്മാരോട് പ്രസംഗിക്കുക. അപ്പൊ അബ്രഹാമിന്റെ സന്തതികൾ ആരും ഇത് കൈക്കൊള്ളുന്നില്ല. ഉടനെ കർത്താവ് പറയുകയാണ്, അബ്രഹാമിന്റെ സന്തതികളെ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയില്ല, നിങ്ങൾ ശിക്ഷാവിധിയിലേക്ക് പോകുമെന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ധനവാൻ യഹൂദനാണ്. ആമേൻ. അതുകൊണ്ട് അവനെ മകനെ എന്ന് വിളിക്കുന്നുണ്ട്. ലാസറിനെ ഇവന് അവഗണിച്ചത് യേശുവിനുള്ള വിശ്വാസം അവനില്ലാത്തത് കൊണ്ടാണ്. ഞാനിവിടെ ഇത് വായിച്ചപ്പോഴെനിക്ക് മനസ്സിലായി, അവൻ ധനവാനായിരുന്നു. അവൻ യേശുവിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകുമായിരുന്നു. എന്നാൽ ലാസറിനെ ഇവൻ അവഗണിച്ചു. അപ്പൊ എന്താണെന്നറിയാം, അവനിൽ ദൈവസ്നേഹമില്ലായിരുന്നു. അവനിൽ ദൈവസ്നേഹമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവ അവഗണിച്ചത് കൊണ്ടാണ് അവന് നരകത്തിലേക്ക് പോകുവാൻ കഴിയുള്ളൂ എന്ന് യേശു പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്, നമ്മുടെ ധനത്തിൽ ആശ്രയിച്ച് സുഖലോലുവിൽ കഴിയുമ്പോൾ തന്നെ ലാസറിനെ ആമേൻ ആ ധനവാൻ അവഗണിച്ചതാണ് ആമേൻ അവന്റെ കുറ്റമായിട്ട് സ്വർഗം കണ്ടത്. ലാസർ ദരിദ്രനായിരുന്നത് കൊണ്ടല്ല, അവൻ ദരിദ്രനായിരുന്നത് കൊണ്ടല്ല സ്വർഗത്തിൽ പോയത്, അവൻ മിശിഹായിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അന്നുള്ള യഹൂദ മതാനുസാരികൾ പലരും യേശുവിൽ വിശ്വസിച്ചു. അവർ ദരിദ്രരായിരിക്കാം, ജാതികളിലായിട്ടുള്ളവർ വിശ്വസിച്ചു, അവർ ദരിദ്രരായിരിക്കാം. എന്നാൽ ലാസറിനെ പോലെ അവൻ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ അബ്രഹാമെ മടിയിൽ പ്രവേശിപ്പാൻ ഭാഗ്യം ലഭിച്ചത്. ഇവിടെ അടുത്തത്, ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവനെ സ്വീകരിപ്പാനായിട്ട് കിടന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം പറഞ്ഞു, അത് പറയുന്നില്ല. അപ്പൊ നോക്കിയാണേ, ലാസർ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് അവൻ മരിച്ചപ്പോൾ അവനെ സ്വീകരിപ്പാൻ ദൂതന്മാർ കടന്നു വന്നു. അത് വേദപുസ്തകത്തിലുണ്ട്. ഈ ലോകത്തിൽ ദൂതന്മാർ എന്നെയും നിങ്ങളെ സഹായിക്കുന്നു. എന്റെ ഒരു അനുഭവം പറയും. നമ്മുടെ ഒരു ശനിയാഴ്ച പ്രാർത്ഥനാ യോഗത്തില്, അല്ലെങ്കിൽ എന്നാ എനിക്ക് തോന്നുന്നു ബേസാർ നടത്തിയൊരു യോഗം അല്ലേ, സെക്കൻഡ് സാറ്റർഡേ യോഗം അല്ലേ, ഓർമ്മയുണ്ട്? സെക്കൻഡ് സാറ്റർഡേ യോഗം ബേസാർ ഓർമ്മയില്ലേ? ഇവിടെ എല്ലാം നടത്തിയിരുന്നു. അപ്പൊ നമ്മളന്ന് ഒരു വീട്ടില് വീടൊക്കെ അടഞ്ഞു കിടക്കുക. അപ്പൊ ബേസാർ എന്നോട് പറഞ്ഞു, ജോസ് വന്ന വചനം പറയണമെന്ന്. അവിടെ പറയുന്നത് ആരാന്നറിയാമോ? ഈ മാവേലിക്കര ബേസാറും അതുപോലെയുള്ള വലിയ വലിയ ദേവദാസന്മാര് എൻ്റെ ആത്മീയ ജീവിതത്തിലെ ആദ്യ കാലങ്ങളില്. അപ്പൊ ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുക, കർത്താവേ എന്താ പറയുന്നത്. ചില വചനങ്ങളൊക്കെ നോക്കാനൊക്കെ ഇടയായിരുന്നു. അന്ന് അമ്മയിൽ എൻ്റെ പിതാവിന് കടയുണ്ട്. ആ കടയിൽ നിന്ന് അമ്മയുടെ അടുക്കിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വെളിയിലായിട്ടൊരു വലിയൊരു കല്ലിരപ്പുണ്ട്. അപ്പൊ ആ താഴെ ഒരു കല്ലുണ്ട്. ആ കല്ലിൽ തട്ടിയ വലിയ കല്ലിലേക്ക് എൻ്റെ തല ഇടിച്ചു. അപ്പൊ ഞാൻ ഓർത്തു, എൻ്റെ തല മുഴുവൻ പൊട്ടി ചിന്ന ഭിന്നമായി കാണും. കാരണം എന്താണെന്നറിയാം, ഞാൻ കൊച്ചില് എൻ്റെ ചെറുപ്പത്തിൽ ഒരു 4 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോകുന്ന എല്ലാവരും കൂടെ, അതായത് വീട്ടിലേക്ക് വരിക, കാപ്പി പോലും കുടിക്കത്തില്ല, പുസ്തകങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് നേരെ വേലിക്കിഴക്കേ കടവിലാണ് പോകുന്നത്. അപ്പൊ വേലിക്കിഴക്കേ കടവിൽ ചെന്നിട്ട് അവിടെ ഒരു കളിയുണ്ട്. ആ കളി എന്ന് പറയുന്നത് ഒരാൾ വേറൊരാളെ പിടിക്കുക, ഉണ്ട കളിക്കുക എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മളിങ്ങനെ കൈ കാണിച്ചിട്ട് മുങ്ങി ഇതിലൂടെ പോകും. അപ്പൊ ഞാനായിരുന്നു അങ്ങനെ പോകേണ്ടത്. ഞാനിങ്ങനെ മണ്ണിൽ ചവിട്ടി അവൻ മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ളിലുള്ള വലിയൊരു പാറയിൽ എന്റെ തലയിടിച്ചു. അപ്പൊ ഞാൻ ഓർക്കുക,
എനിക്ക് മനസ്സിലായി ഞാൻ തീർന്നു. പക്ഷേ ദൈവം എന്നെ ഇന്നിവിടെ നിർത്താൻ വേണ്ടിയ ആ വെള്ളത്തിൽ ഒത്തിരി കുട്ടികളുണ്ട്. ഞാൻ അവിടെ മരിച്ചു പോയിരുന്നെങ്കിൽ അവർ പിന്നെ അറിയത്തുള്ളൂ, ഞാനില്ലെന്ന്. കയറി പോകുമ്പോഴേ ഒരു പക്ഷെ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തറിയാമോ, വേദന വെള്ളത്തിലായതുകൊണ്ടില്ല എങ്കിലും ഞാൻ തലയിൽ കൈവച്ച് ഞാൻ മുകളിലേക്ക് പൊങ്ങി വന്ന് വെള്ളത്തിന്റെ മുകൾ പരപ്പിൽ വന്നപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. എൻ്റെ ചോര ഇങ്ങനെ വെള്ളത്തിലൂടെ താഴോട്ട് ഒഴുകിയിരിക്കുന്നത് കാണാനായിട്ടിടയായി. ഞാനിപ്പോഴും ഓർക്കുന്നു, അത് നിക്കറായിടുന്നു. നിക്കറിട്ടുണ്ട് ഓടിച്ചു വന്നപ്പം എൻ്റെ അമ്മ പറഞ്ഞതുണ്ട്, മോനെ എടാ ആദ്യം ഞാൻ പോയത് നമ്മുടെ സിഖ് സാറിന്റെ അടുക്കല. സിഖ് സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, മുറിഞ്ഞിട്ടുണ്ട്, ഒരു മരുന്ന് വെച്ച് തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഇതിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇത് കുത്തിക്കെട്ടുള്ളതാ. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മച്ചിയോട് പറഞ്ഞു, ഞങ്ങൾ പെട്ടെന്ന് എന്റെ സഹോദരങ്ങളുമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് ആശുപത്രിയിൽ ചെന്നു. അന്ന് 10 തുന്നിക്കെട്ടുണ്ടായിരുന്നു എന്റെ തലയ്ക്ക്. നിങ്ങൾ ഓർക്കണം, അന്ന് മരിക്കാതിരുന്നത് ഇന്ന് പകൽക്കാലം ലോക സ്ഥാപനത്തിന് മുമ്പ് കർത്താവ് എന്നെ കണ്ടു ഈ വചനം പ്രസംഗിക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് കുത്തിക്കെട്ട് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഈ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ആൾക്കാരോട് പറഞ്ഞു, അന്ന് പച്ചയ്ക്കാ കുത്തിക്കെട്ടുന്നത്, ആ കാലങ്ങളിൽ പച്ചയ്ക്കാ കുത്തിക്കെട്ടുന്നത്. ഈ ചെറുകൾ ഒരൊറ്റ അക്ഷരം പോലും മിണ്ടിയില്ല. ഞാനെല്ലാം ഉണ്ടായിരുന്നത്, ഞാനിവിടെ നനച്ചാല് മറ്റുള്ളവരെ കിടന്ന് അലയ്ക്കും. അപ്പൊ എവിടുന്ന് ഒരു ധൈര്യം ദൈവം തന്നതായിരിക്കാം. ഞാൻ മിണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ജീവിതത്തില് ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ കടന്നു വരും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ മുന്നോട്ട് പോകുക, ആ കല്ലിടിച്ച് ഒരു വലിയ കല്ലിലോട്ട് എന്റെ തലയിടിച്ചു. അപ്പൊ ഞാൻ ഓർത്തത് പണ്ട് നടന്നതുപോലെ വീണ്ടും എന്റെ തല പൊട്ടിയെന്ന്. അപ്പൊ ഞാൻ ആദ്യത്തെ കയ്യിൽ ഇങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് പെട്ടെന്ന് അവിടെ ഒരു പോസ്റ്റ് നിൽപ്പുണ്ട്. ആ വെട്ടത്തിൽ ഇങ്ങനെ നോക്കിയപ്പോ ചോരയൊന്നുമില്ല. എന്താ വീഴ്ചയായിരുന്നു, താഴത്തെ കല്ല് തട്ടി അതിൽ ഇടിക്കുക. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു, എന്താണെന്ന് ഇന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ വിശ്വാസികളുടെ സേവാത്മാക്കളാണ് ദൈവത്തിന്റെ ദൂതന്മാർ. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാരുടെ കരം അതിനിടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അടുത്ത വർഷം പ്രസംഗിക്കേണ്ടതുമാണ്. ദൈവം എന്നെ വിടുവിച്ചത് ഞാൻ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ ദൈവം നമ്മളെ കണ്ടിട്ടുള്ളത് കൊണ്ട്, നമ്മളെ സ്നേഹിച്ചിട്ടുള്ളത് കൊണ്ട്, നിത്യസ്വർഗം നമുക്ക് തരുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല, ബലക്ഷയിക്കുമ്പോൾ ഉപേക്ഷിക്കുന്ന ദൈവവുമല്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കാണണം, ഈ ലോകത്തിലെ ദൂതന്മാർക്ക് ഒരു ജോലിയുണ്ട്. മരിച്ചുപോയ വിശ്വാസികളെ ലാസറിനെ സ്വീകരിച്ചതുപോലെ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ജോലിയുണ്ട്. ഇതൊന്നും വേണ്ട നമുക്ക്. നിങ്ങൾ സ്തോത്രം പറയുന്നു. അത് മരിക്കാൻ നേരത്ത് വിശാദികളെല്ലാം കൂടെ കൂടി വന്ന് നമ്മളെ കൊണ്ടുപോകുന്നതാണ് വേണ്ടി അല്ല. നമുക്ക് ദൂതന്മാരുടെ ആ സഞ്ചയം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് കാണുന്ന സ്വർഗീയ ഖനാന്റെ ആ നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് വരച്ചിട്ടിരിക്കുന്നത് ഓർമ്മ വരും. ദൈവത്തിന് സ്വന്തം. അപ്പൊ അങ്ങനെ ആമേൻ, ആത്മാവിനും മരണശേഷവും അബ്രഹാമിനോട് ആശയവിനിമയം ചെയ്യുവാൻ കഴിയുമെന്ന ഈ വേദഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. നോക്കിയോണേ, ധനവാന് ഒരു മാനസാന്തരം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, കരച്ചിലും പല്ലുകളിലും ഉള്ള ഈ അഗ്നിനരകത്തിൽ താൻ കിടക്കുന്നത് കണ്ടു. അത് ഒരു സംഭവ കഥ പോലെ പറയുക, വിവരിക്കുക. അവൻ ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ താൻ അത് കണ്ടു കഴിഞ്ഞപ്പോ താൻ പെട്ടെന്ന് ഓർത്തത് തന്റെ 5 സഹോദരന്മാരെ. നോക്കിയോടെ, തന്റെ 5 സഹോദരന്മാരെ ഓർത്തു. ഉടനെ ആദ്യം വെള്ളം ചോദിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞറിയാമോ, ഈ ആത്മാവ്, അതായത് ദുഷ്ടാത്മാവിനും മരണശേഷവും സംസാരിക്കുവാനും ആശയവിനിമയം ചെയ്യുവാനും കഴിയുന്നു എന്നതാണ്. ഇത് പിതാക്കന്മാര് ദർശിച്ച കാര്യമാണ്. വേദത്തിൽ എഴുതിയിരിക്കും, ഒരു 10 എഴുതിയിരിക്കുക. ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഇവൻ പറയുകയാണ്, എനിക്ക് ആദ്യം വെള്ളം ചോദിച്ചല്ലേ അല്ലേ, അത് ഒരു സിംബോളിക്കായിട്ടുള്ളൊരു കാര്യം എന്നുള്ളതേ ഉള്ളൂ. അവൻ അപ്പം പറഞ്ഞ വെള്ളമൊന്നും തരാൻ പറ്റത്തില്ല, കാരണം രണ്ടും 2 സ്ഥലത്താണ്. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. 5 സഹോദരന്മാരുണ്ട് ഭൂമിയിൽ. അവര് അടുക്കലേക്ക്, കാരണം അവര് ഇവന്റെ വീട്ടിൽ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഈ ലാസറിനെ കണ്ടു കാണും. അപ്പൊ നമ്മൾ അതിനുള്ള ഉത്തരം ആദ്യം പറഞ്ഞു. അപ്പൊ കണ്ടു കാണും. അപ്പൊ അവരെ അങ്ങോട്ട് വിട്ട്, ഞാനിവിടെ നരകത്തിലാണെന്ന് പറഞ്ഞാൽ
അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എന്താ പറയാ, പഴയ നിയമ പ്രവാചകന്മാര് ഉണ്ട്. യേശു പുതിയ നിയമത്തിൽ കടന്നു വന്ന് പറഞ്ഞിട്ടും ആമേൻ യഹൂദന്മാര് വിശ്വസിച്ചില്ല. അവൻ നോക്കണം, അവൻ മരണത്തിൽ നിന്ന് ഇവരെന്താ യേശുവിനുള്ള ആ ഞങ്ങളുടെ രക്ഷയെ കുറിച്ച് അബ്രഹാം വിശ്വസിച്ചു. ഞാൻ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അബ്രഹാം അത് തന്റെ ആത്മീയ കണ്ണുകളിൽ കണ്ടുകൊണ്ട്, അത് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം കണ്ടുകൊണ്ട് ആ സന്തോഷിച്ചു ഉല്ലസിച്ചു എന്നായിരിക്കും അബ്രഹാം പിതാവ്. അപ്പൊ പഴയ ഭക്തന്മാരും ക്രിസ്തുവിന്റെ ആമേൻ കുഞ്ഞാടായി വന്ന് അവരുടെ പാപത്തിന് വേണ്ടി യാഗമാകുന്നത് കണ്ട് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ 5 സഹോദരന്മാർ. പിന്നെ എങ്ങനെ ഈ മരിച്ചുപോയ ലാസറിനെ വിട്ടാൽ ഇവരെങ്ങനെ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് പറഞ്ഞു അവിടെ അവർക്ക് എന്തുണ്ട്, പ്രവാചകന്മാരുടെ പഴയ നിയമങ്ങളുണ്ട്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ പറഞ്ഞിരിക്കുന്നതുണ്ട്. അത് കേട്ട് ആമേൻ ബഹുമാനിക്കുന്ന മിശിഹായിൽ അവർ വിശ്വസിക്കണമെന്ന് ആമേൻ അവനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് എപ്പോഴും പറയാനുള്ളതുണ്ട്, ദൈവത്തിന്റെ കൃപ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും, കർത്താവേ ഞങ്ങളൊരു സ്ഥലത്തേക്ക് യാത്രയാകുക, നിന്റെ കൃപ ഞങ്ങൾക്ക് തരണം. പോയി മടങ്ങി വരാൻ. മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ കൃപയൊക്കെ പോയി. പിന്നെ വീണ്ടും ചോദിക്കണം. വിശ്വാസികൾക്കുള്ളൊരു കുഴപ്പമില്ല, ഒരു യാത്ര ചെയ്യുക, എനിക്ക് പോയി വരുന്നതുവരെയും കൃപ വേണമെന്ന് പറയും. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ആ കൃപ പോയില്ലേ? എന്നാൽ യഥാർത്ഥ വിശ്വാസി പ്രിയ മക്കൾക്കറിയാം, ആമേൻ എന്നും എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും അവന്റെ കൃപ എന്നോടുകൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം, നിന്റെ കൃപ എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് പോയി മടങ്ങി വരുവാനും തുടർന്നുള്ള കാര്യങ്ങളിലും എന്നോടൊപ്പം നിന്റെ കൃപയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ ആമേൻ നരകത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്. ആരെയും നിർബന്ധിക്കില്ല. കാരണം നമ്മൾ വചനം കേട്ടതുപോലെ ആരും കേട്ടിട്ടില്ല. ഇന്ന് ലോകം കേട്ടതുപോലെ, റാന്നി കേട്ടതുപോലെ വചനം കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമില്ല. റാന്നിയിലൊക്കെ എന്തോ ഒരു വചനം, കേരളം എന്തോ ഒരു വചനം കേട്ടതാ. പ്രിയപ്പെട്ടവരെ, അവർ നിന്റെ ഇഷ്ടമുള്ള വഴിയിലൂടെ നീ പോയാൽ നിനക്കായിട്ട് ഒരുക്കിയതായിരുന്നില്ല. അത് പിശാചിനും മൃഗത്തിനും കള്ളപ്രവാചകനും അവന്റെ ദൂതന്മാർക്കും എന്ന് പറഞ്ഞാൽ സൂര്യോദയ പുത്രനായ ശുക്ര എന്ന് പറയുന്നുണ്ട്, അവനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ നല്ല പേര് അവനെ കുറിച്ച് യശയാപ്രവചനത്തിൽ പറയുന്നുണ്ട്. അവൻ നിന്നാൽ നീ ദൈവത്തോട് മത്സരിച്ചപ്പോൾ നിന്നോടുകൂടെ ചേർന്ന ദൂതന്മാരെ മുഴുവൻ ഭൂമിയിലേക്ക് വെട്ടിയിട്ടു. ആകാശം മുതൽ ഭൂമി വരെ ഒരു കിടക്കി. അവനാ പറയുന്ന വിശാലമായത് തിരഞ്ഞെടുത്തു, ഒരു പാപം ചെയ്തു, എന്നിട്ട് നീ ഏറ്റു പറഞ്ഞാൽ മതി, അല്ലേ? തീർച്ചയായിട്ടും ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നത് ദൈവം ക്ഷമിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാക്കുകൾ അവസാനിപ്പിക്കാം. എന്ത് സന്തോഷം, എന്തൊരാനന്ദം, എന്തോ സന്തോഷം, എന്തോരാനന്ദം, എന്റെ ദുഃഖങ്ങൾ അന്നു മാറിനോ, എന്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിനോ, എന്റെ ദുഃഖങ്ങൾ അന്നു മാറിനോ, എന്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിനോ. ഇന്നത്തെ നമ്മുടെ ഗുരുവാക്യമായി ഞാൻ എടുത്ത നമ്മുടെ പ്രാർത്ഥനാ ക്രമത്തില് ഞാൻ പേജ് നമ്പർ എഴുതിയില്ല. ആ പുസ്തകത്തിലെ പിതാക്കന്മാര് പറഞ്ഞു, ഓരോ മനുഷ്യരും അവരുടെ ജീവിതകാലത്ത് അവര് 4 കാര്യങ്ങൾ ഓർത്തോണമെന്ന് പറഞ്ഞു. ഒന്ന്, മരണമാണ്. അതെപ്പോ സംഭവിക്കുമെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇപ്പൊ സംഭവിക്കാം, അടുത്ത നിമിഷത്തിൽ സംഭവിക്കാം, നാളെ സംഭവിക്കാം. അപ്പൊ ഞാൻ എന്ത് ചിന്തിക്കും? എനിക്കൊരു മരണമുണ്ട്. 2, അവിടെ പറയുകയാണ്, എന്താ, നിനക്കൊരു ന്യായവിസ്താരമുണ്ട്, അല്ലേ? എന്നാൽ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അത് നമ്മള് രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം വീതിക്കുന്ന ഒന്നേ ഉള്ളൂ. എന്നാൽ ആമേൻ മറ്റുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുണ്ട്. ഹല്ലേലൂയ. 3, എന്താ, ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. അപ്പൊ ഒന്നാമത് നരകം വിശാലമായ ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടു. 2,
ആമേൻ. ദൈവത്തിന് സ്തോത്രം. നരകം എവിടെയാണെന്ന് നമ്മൾ കണ്ടു, ഭൂമിയുടെ അധോഭാഗങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എന്റെ പ്രാണനെ അധോഭാഗത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. 3, ആമേൻ, നമ്മൾ കണ്ടത് നരകത്തിലെ ജോലിയാ. അവിടെ എന്താണ്? പുഴു ചാകയില്ല, തീ കെട്ടുപോകയില്ല. അതുകൊണ്ട് എന്താ? അവിടെ കരച്ചിലും പല്ലുകടിയും മാത്രമാ. ഹല്ലേലൂയ. ആമേൻ. പ്രാക്ക്, അവിടെ ഇങ്ങനെ പറയുന്നത് നേരത്തെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ശാപം, പ്രാക്ക്, മാറത്തടി, ആ ശബ്ദം മാത്രമേ കേൾക്കൂ. നമ്മളപ്പോ ഓർക്കണം, കരച്ചിലും പല്ലുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 4 പ്രത്യേകതകൾ ആ ഭക്തർ എഴുതി വെച്ചിരിക്കുക. 1, അവിടെ പ്രാക്കുണ്ട്, അവിടെ മാറത്തടിയുണ്ട്, അവിടെ ശാപമുണ്ട്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെ നിത്യതയോളം മനുഷ്യൻ കഴിയും? അതുകൊണ്ട് ഇന്ന് നീ മടങ്ങി വാ എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുക. മടങ്ങി വന്ന് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ 3, ആമേൻ, നരകത്തിലെ ജോലി, ആമേൻ, കരച്ചിലും പല്ലുകടിയുമാ. 4, നരകത്തിലേക്കുള്ള വഴി വിശാലമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായി വേദപുസ്തകത്തിൽ ഇത് വിവരിച്ചിരിക്കുമ്പോൾ ഇന്ന് നിന്റെ രക്ഷകനെ നീ കണ്ടിട്ടില്ലെങ്കിൽ ഈ പകൽക്കാലം നിന്റെ രക്ഷകനെ കണ്ട് അവന്റെ മകനായി മകളായി ജീവിച്ചാൽ നിനക്ക് നിത്യസ്വർഗം ലഭിക്കും. ഞങ്ങൾക്ക് നിത്യ നരകത്തിൽ പോകണ്ട, നിത്യ സ്വർഗം മതി. യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു വാക്ക് നീ ഉച്ചരിച്ചാൽ നിന്റെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യുന്നവനായ യേശു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വളരെ വിശദമായി നരകമെന്ന് കേൾക്കുവാനിടയായി. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടിയല്ല, മനുഷ്യർക്ക് വേണ്ടിയല്ല സ്വർഗത്തിലെ ദൈവം നരകം നിശ്ചയിച്ചിരിക്കുന്നത്. ആമേൻ. അത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വിശാലമായ വഴിയിൽ നടന്ന് പാപത്തിൽ ജീവിക്കുന്നവർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണെന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ. അതാവേ, കൃപയാലല്ലോ ഒരു കാലത്ത് ഞങ്ങളെ നീ തേടി വന്നു. നിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു. അമ്മയെ നിന്റെ മക്കളായി, പ്രിയ മക്കളായി ഞങ്ങളെ തീർത്തതിനായി സ്തോത്രം. കർത്താവേ, ഇതെല്ലാ മനുഷ്യരും അങ്ങനെയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അങ്ങനെ ആകുവാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഒരു നാൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് രൂപാന്തരപ്പെട്ട ശരീരത്തിൽ എന്റെ കർത്താവ് വരുമ്പോൾ മധ്യാകാശത്തിൽ ചെല്ലുന്നതായ ഒരു ദിവസം, ആ ദിവസത്തിനായി നോക്കി പാർക്കുന്നവരായിരിക്കാൻ അവിടെ ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലത ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായ വിനയമായി ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമുള്ള പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. രാജ്യവും ശക്തിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹമേ, ജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ചുകൊണ്ട് സംബന്ധ സഹവാസം കർത്താവിന്റെ വരവരെ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. ആമേൻ. ആമേൻ.